റവന്യൂ മന്ത്രി ശ്രീ രാജൻ. ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ്. രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല. പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല. ഒരു പണിയെടുപ്പുകാരനെ പോലെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പ് മുഴുവൻ അതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ്. ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു വന്നതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളംബരത്തിൽ വന്ന ഒരു പെശകുണ്ട്. അതുപോലും ഒരുപക്ഷെ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിൻ്റെ തിളക്കം കെടുത്തിക്കളയുമായിരുന്നു. അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജൻ്റെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒന്ന് വാരി പുണർന്നുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. മേയർക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവെന്ന് പറയുന്നത് മേയറാണ്. നിങ്ങളാണ് ഈ പൂരത്തിൻ്റെ എല്ലാം ചണ്ടിയും ചപ്പും ചവറും എല്ലാം അതിൻ്റെ എല്ലാ കഷ്ടതകളും പേറിയ ആൾക്കാരെ നയിച്ച മേയറാണ് വർഗീസ് സാറ്. അദ്ദേഹത്തെ അനുമോദിപ്പിക്കുക. അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായ പങ്കാണുള്ളത് ഇത്രയും വിജയകരമായി പൂരം സമ്മാനിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ജനതയുടെ ഒരു ആത്മസംയമനമുണ്ടായിരുന്നു. നല്ല അന്തരീക്ഷം ഒരുക്കി തരുന്നതിന് ഒരുപക്ഷെ പോലീസ് സേന ഉണ്ടെങ്കിലും പട്ടാളമുണ്ടെങ്കിലും ഓരോ പൗരൻ്റെയും ആത്മസംയമനമാണ് മനോഹരമായ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യകത. അത് പൂരപ്പറമ്പിലേക്ക് വന്ന ഒരുപക്ഷെ ഇങ്ങ് പറമ്പിലെത്താൻ കഴിയാതെ ഇതിൻ്റെ ഒരു അതിർവരമ്പുകളിലെല്ലാം തങ്ങിപ്പോയ ഓരോ പൗരനും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവരെയും ഞാൻ പ്രാർത്ഥനയിൽ നിന്നും ഓർക്കും. മനോഹരമായ പൂരമാണ് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വനിതാ പ്രവർത്തകരാണ്. അവരോടൊപ്പമുള്ള പുരുഷന്മാരും ഉണ്ടല്ലേ? ഉണ്ടോ? എത്ര പേരുണ്ട്? പക്ഷേ ഭൂരിപക്ഷം അവരാണല്ലേ. അവർ നിങ്ങളെ നയിച്ചു എന്ന് പറയാമോ? ഒരു കുറച്ചിലും ഇല്ല അല്ലേ? എല്ലാവരെയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വാരി പുണർന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമുക്കിത് ഇനി ഇതിൻ്റെ ഗുണിതങ്ങളാണ് നമുക്കിനി കാണുന്നത്. മൾട്ടിപ്ലിക്കേഷനാണ് ഇനി ഓരോ വർഷവും നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ. അത്രയും മനോഹരമായ ഒരു അടുത്ത പൂരത്തിന് ഉള്ള തയ്യാറെടുപ്പിന് നിങ്ങളുടെ പ്രാർത്ഥനകളോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് പക്ഷേ നമുക്ക് ഒരുപാട് വേദികൾ കിട്ടും. നിങ്ങളുമായിട്ട് പ്രത്യേകം ഒരു ഇൻറ്ററാക്ഷനും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിനോട്. എന്നോടൊപ്പം നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിൻ്റെ മഹത്വം വലിപ്പം ഒക്കെ എത്രയാണെന്ന് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ തൃശ്ശൂരും ഞങ്ങളുടെയും കൂടിയാണ് എന്ന് വിചാരിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് ഒരുപക്ഷെ ഇന്നീ പരിപാടിയിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുക. ഏറ്റവും മഹത്തരമായ കേരളത്തിൻ്റെ തന്നെ എടുത്തു പറയാവുന്ന ഓണാഘോഷം പോലെയോ ക്രിസ്മസും റംസാനും ഒക്കെ പോലെ തന്നെ ഒരു പ്രാദേശിക ഉത്സവമല്ല, സംസ്ഥാനത്തിൻ്റെ അല്ല, ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. എല്ലാം അതിൻ്റെ വർണ്ണപ്പകിട്ട് കൊണ്ട് മാത്രം പറയുന്നതല്ല, ഒരു സാംസ്കാരിക പുനഃപ്രഖ്യാപനമാണ് ഓരോ വർഷവും തൃശ്ശൂർ പൂരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം അതിനു മുമ്പ് അതുപോലെ തന്നെ നമുക്ക് അനിഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലയെന്നൊന്നും പറയണ്ട, എല്ലാം ഒരു പെർഫെക്റ്റ് പൂരമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായ അഹിതങ്ങളോ അനിഷ്ടങ്ങളോ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായ ചില ചോർച്ചകളോ ഒക്കെ ഒരുപക്ഷെ പുതിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ എല്ലാവരും ജാഗരൂകരായി ഒത്തുപിടിച്ച് ലോകത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലൊരു പൂരം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അതിന് പങ്കാളികളായ എല്ലാവരും കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫയറിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇല്ലാത്തത്. അവർ അങ്ങനെ ഇവിടെ വന്നിരിക്കാനുള്ളവരല്ല എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് നമുക്ക് ബോധ്യവും വേണം. അവരെപ്പോഴും ഉറക്കത്തിൽ പോലും കണ്ണു തുറന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവരെയും ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ സ്നേഹവും നന്ദിയുമൊക്കെ അറിയിക്കുകയാണ്. ഞാൻ തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യനിൽ നിന്ന്. വലിയ ഭയപ്പാടോടെയാണ് ഒരുപക്ഷെ കളക്ടർ കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളുടെ നിശ്ചയമായ കണക്കെടുപ്പ് നടത്തി എവിടെയൊക്കെ പാളിച്ച എന്ന് പറയുന്ന ഒരു പഠനം വളരെ ഗഹനമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായി. കളക്ടർ എന്ന നിലയ്ക്കല്ല, ഒരു ഉത്തരവാദിത്വമുള്ള ഈ ജില്ലയുടെ ആദ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൃത്യമായി കണക്കെടുപ്പ് നടത്തി പാളിച്ചകൾ ഉണ്ടാവാതെ എല്ലാറ്റിനും പോലീസ് വകുപ്പിനും അതുപോലെ തന്നെ ഹെൽത്തിനായാലും ശുചിത്വ മിഷനായാലും വാട്ടറിനായാലും അനിമൽ ഹസ്ബൻഡറിക്കായാലും എല്ലാ വകുപ്പുകൾക്കും ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ചിന്ന പയ്യൻ ரொம்ப நல்லா பண்ணியிருக்கான். അതാണ് അക്ഷരം. ചിന്ന പയ്യൻ ഒന്ന് കെട്ടിപ്പിടിച്ച് അനുമോദിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച്, ആ ഇംഗിതം എന്ന് പറയുന്നത് കേരള ജനതയുടെ ഇംഗിതമാണ്. ആ ഇംഗിതത്തിനനുസരിച്ച് ഇത് കാഴ്ചവെക്കുന്നതിന് ഒരുപക്ഷെ വലിയൊരു സംഘം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായി. ഇളങ്കോ പേരെടുത്ത് പറയേണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാക്കി എല്ലാവരും കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ ചതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ആർജവത്തോടെ ഇത്തവണത്തെ പൂരം ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പൂരമായിരിക്കുമെന്ന് പോലീസ് സേന ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകിയത് ഇളങ്കോ ആണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, അതുപോലെ തന്നെ ഫയർ ബ്രിഗേഡ്, ഡോക്ടർ ഗിരിദാസകരമായിട്ടാണ് ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു വന്നതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളംബരത്തിൽ വന്ന ഒരു പെശകുണ്ട്. അതുപോലും ഒരുപക്ഷെ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിൻ്റെ തിളക്കം കെടുത്തിക്കളയുമായിരുന്നു. അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജൻ്റെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒന്ന് വാരി പുണർന്നുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മേയർക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവെന്ന് പറയുന്നത് മേയറാണ്. നിങ്ങളാണ് ഈ പൂരത്തിൻ്റെ എല്ലാം ചണ്ടിയും ചപ്പും ചവറും എല്ലാം അതിൻ്റെ എല്ലാ കഷ്ടതകളും പേറിയ ആൾക്കാരെ നയിച്ച മേയറാണ് വർഗീസ് സാറ്. അദ്ദേഹത്തെ അനുമോദിപ്പിക്കുന്നു. അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായ പങ്കാണുള്ളത് ഇത്രയും വിജയകരമായി പൂരം സമ്മാനിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ജനതയുടെ ഒരു ആത്മസംയമനമുണ്ടായിരുന്നു. നല്ല അന്തരീക്ഷം ഒരുക്കി തരുന്നതിന് ഒരുപക്ഷെ പോലീസ് സേനയുണ്ടെങ്കിലും പട്ടാളമുണ്ടെങ്കിലും ഓരോ പൗരൻ്റെയും ആത്മസംയമനമാണ്
മനോഹരമായ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യകത. അത് പൂരപ്പറമ്പിലേക്ക് വന്ന ഒരുപക്ഷെ ഇങ്ങ് പറമ്പിലെത്താൻ കഴിയാതെ ഇതിൻ്റെ ഒരു അതിർവരമ്പുകളിലെല്ലാം തങ്ങിപ്പോയ ഓരോ പൗരനും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവരെയും ഞാൻ പ്രാർത്ഥനയിൽ നിന്നും ഓർക്കും. മനോഹരമായ പൂരമാണ് നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വനിതാ പ്രവർത്തകരാണ്. അവരോടൊപ്പമുള്ള പുരുഷന്മാരും ഉണ്ടല്ലേ? ഉണ്ടോ? എത്ര പേരുണ്ട്? പക്ഷേ ഭൂരിപക്ഷം അവരാണല്ലേ? അവർ നിങ്ങളെ നയിച്ചു എന്ന് പറയാമോ? ഒരു കുറച്ചിലും ഇല്ല അല്ലേ? എല്ലാവരെയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വാരി പുണർന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമുക്കിത് ഇനി ഇതിൻ്റെ ഗുണിതങ്ങളാണ് നമുക്കിനി കാണുന്നത്. മൾട്ടിപ്ലിക്കേഷനാണ് ഇനി ഓരോ വർഷവും നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ. അത്രയും മനോഹരമായ ഒരു അടുത്ത പൂരത്തിന് ഉള്ള തയ്യാറെടുപ്പിന് നിങ്ങളുടെ പ്രാർത്ഥനകളോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് പക്ഷേ നമുക്ക് ഒരുപാട് വേദികൾ കിട്ടും. നിങ്ങളുമായിട്ട് പ്രത്യേകം ഒരു ഇൻറ്ററാക്ഷനും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിനോട്.